ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എംഎൽഎമാർ തുടരണം എന്ന് ഒരു ചട്ടവും എവിടെയും ഇല്ല എന്നുമാണ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള സുധാകരൻ പറയുന്നത്. സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതയും ക്രെഡിബിലിറ്റിയുമാണ് പ്രധാനം. പലതവണ മത്സരിപ്പിച്ചവരെ വീണ്ടും മത്സരിപ്പിക്കാറുണ്ട് എന്നും നിരവധി സിറ്റിംഗ് എംഎൽഎമാർ മാറി നിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറ്റിംഗ് എം എൽ എ തുടരണമെന്നൊന്നും ഒരു ചട്ടം ഒരിടത്തുമില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. എത്രയോ സിറ്റിംഗ് എം എൽ എമാർ മാറിയിരിക്കുന്നു. പലതവണ മത്സരിച്ചവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് ജയിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ജയസാധ്യതയും ക്രെഡിബിലിറ്റിയൊക്കെയാണ് പ്രധാനം. അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയാൽ എങ്ങനെ? ഞങ്ങളെ മാറ്റി നിർത്തിയില്ലേ കഴിഞ്ഞവണ? നല്ലൊരു ഭരണം കാഴ്ചവെച്ച ശേഷമല്ല ഞങ്ങളെ മാറ്റി നിർത്തിയത്. ഞങ്ങൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടായോ? ഞാനും കൈവൊക്കെ അംഗീകരിച്ചതല്ലേ, എന്താ ബുദ്ധിമുട്ട്? മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ എന്നെ പോലുള്ളവരുടെ സ്വഭാവം. ഇത് തെളിയിച്ചിട്ടുള്ളൊരു കാര്യം. അത് പേരുടെയും ശുപാർശ വേണ്ട. 63 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിലൂടെ അത് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ജി സുധാകരൻ്റെ ഇന്നിങ്സ് എന്താണ്? ഇതാണ്. ആരെന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കത്തില്ല. അതാ പറഞ്ഞത്, ജി സുധാകരൻ BJP-യിലോട്ട് പോക്കും, നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പോക്കും മതി. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ പലരും? ആരും അത് അന്വേഷിച്ചില്ലെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ BJP-യിലും കോൺഗ്രസിലും പോയി പാർട്ടിയെ കുളത്തിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ പോസ്റ്റ് എടുത്തുള്ളൂ. അല്ലേ, എല്ലാവരും നിൽക്കട്ടെന്നല്ലേ പറയത്തുള്ളൂ, അല്ലേ? അതല്ലേ നമുക്ക് ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംസ്കാരം കൂടി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നിട്ടുണ്ട്. ജി സുധാകരൻ എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന CPI-ന്റെ മുഖമാണ് എങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ അലംഭാവം ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ ഈ ജില്ലാ സെന്ററിലേക്ക് അദ്ദേഹം തിരികെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിണറായി വിജയന്റെ വിശ്വസ്തരായ മറ്റു ചില ആളുകളായിരുന്നു പാർട്ടിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് എന്നതായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനം. എങ്കിൽ ഇപ്പോഴിതാ സുധാകരൻ വീണ്ടും സജീവമാകുന്നു. ഒരുപക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി കളത്തിലേക്ക് വരുന്നു എന്ന സൂചന കൂടിയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ശരണ്യ സ്നേഹജനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, സുധാകരൻ തന്നെ വളരെ കൃത്യമായി പറയുന്നു താൻ മത്സരിക്കാൻ ഒരുക്കമാണ്, അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ ഒരുക്കമാണ് എന്ന്. അത് കൃത്യമായ ഒരു അറിയിപ്പിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം നൽകിയ ഒരു നിർദ്ദേശത്തിൻ്റെയോ ഭാഗമായി വേണമോ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ? പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലേക്ക് ഇപ്പോൾ സുധാകരൻ്റെ പേര് കൂടുതൽ ഉയർന്നു കേൾക്കുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. അഭിലാഷ, ജി സുധാകരൻ ദീർഘകാലമായി ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട നിയന്ത്രണമുള്ള ജില്ലാ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ്, ജില്ലാ DC-യുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് ജി സുധാകരൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ ഒരു DC-യിൽ നിൽക്കുന്ന ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിൽക്കുമ്പോൾ പോലും സംഘടനാപരമായി ഒരു തരിമ്പ് ഇപ്പോഴും മാറി ചിന്തിക്കാത്ത ഒരാളാണ്. കാരണം എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിലും അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ രീതിയിൽ പോകുന്ന ജി സുധാകരൻ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടേറിയറ്റിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റ് എന്നല്ല പറയേണ്ടത്, അതൊരു കോർ കമ്മിറ്റിയാണ്. സെക്രട്ടേറിയറ്റിലെ മുഴുവൻ അംഗങ്ങളും ആ കമ്മിറ്റിയിലില്ല. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മുതിർന്ന നേതാക്കളുമുള്ള 6 അംഗ സമിതിയിലേക്ക് ജി സുധാകരൻ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ കടന്നുവരവിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് നമ്മളോട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്ന ചില സൂചനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ഘടകം രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ജില്ലാ സെക്രട്ടറി R നാസർ തന്നെ ഫോൺ മുഖാന്തരം അറിയിച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി, സുധാകരനെ കൂടി ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞുള്ള അറിവ് തനിക്കുണ്ട് എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. അതായത് നേതൃസ്ഥാനത്തേക്ക് ഈ ബ്രാഞ്ച് തലത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴും വളരെ സജീവമായി എല്ലാ പരിപാടികളിലും, ജനകീയ പരിപാടികളിൽ ജി സുധാകരൻ ഈ കഴിഞ്ഞ കാലയളവിൽ മുഴുവൻ പ്രായപരിധിയുടെ മാനദണ്ഡമായിരുന്നു ഏറ്റവും പ്രധാനമായി ഒഴിവാക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞത്. പ്രായപരിധി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്നത്. ആ സമയത്തും അദ്ദേഹം സജീവമായി ഈ കഴിഞ്ഞ കാലയളവ് മുഴുവൻ പരിപാടികൾ പങ്കെടുത്തു. അതും ജി സുധാകരൻ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് അതിന്റെ കണക്കടക്കം വെച്ചാണ്. ഞാൻ ഇത്ര പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്, അത് CPM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അത് ഇപ്പോഴത്തെ നേതൃത്വത്തിനോടുള്ള ഒരു സൂചന നൽകി തന്നെയാണ് ജി സുധാകരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു. പാർട്ടി തീരുമാനിച്ച് തനിക്ക് അങ്ങനെ ഒരു
ചുമതല തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ സർക്കുലർ തനിക്ക് ലഭ്യമാകണം. അത്തരത്തിലൊരു ഔദ്യോഗിക സർക്കുലർ തനിക്ക് ഇതുവരെ ആരും നൽകിയിട്ടില്ല. മറിച്ച് ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞ 3 ആഴ്ച ആർ നാസർ, CB ചന്ദ്രബാബു, K പ്രസാദ്, KH ബാബുജാൻ, G സുധാകരൻ, ഇതാണല്ലോ അല്ലേ ആ 6 പേരുകൾ. അതായത് ഫോണിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ പോലും സ്വാഭാവികമായും പാർട്ടിയുടെ കൃത്യമായ അറിയിപ്പായി തന്നെയാണല്ലോ നമുക്ക് അതിനെ അനുമാനിക്കേണ്ടതായി വരുന്നത്. തീർച്ചയായിട്ടും സുധാകരൻ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് അദ്ദേഹത്തിനെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് വിളിച്ച് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ 3 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം സജീവമായി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതും നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ അതൃപ്തനാണ് എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. മറ്റ് പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയുന്നത് ഈ നവമാധ്യമങ്ങളിലൂടെ ഒരു വിഭാഗം CPM-നുള്ളിലെ പുതുനിരയിലെ ഒരു വിഭാഗം തനിക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ അദ്ദേഹം ഇപ്പോഴും നമ്മളോട് അതൃപ്തനായി തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മുതിർന്ന നേതാക്കളെ ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ അപമാനിച്ച് അവർ BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ തള്ളിവിടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം, ഒരു ക്രിമിനൽ സെറ്റ് ഇപ്പോഴും ഉണ്ട് എന്ന G സുധാകരൻ ആ നിലപാടിൽ ഉറച്ചു തന്നെ അദ്ദേഹം പരസ്യമായി പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് നേരെ നടക്കുന്ന അത്തരം ആക്രമണങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടിയെടുത്തിട്ടില്ല എന്നുള്ളൊരു അതൃപ്തി ഇങ്ങനെ ഒരു വിളിക്കുമ്പോഴും ആ പരാതികൾക്ക് മേൽ കൃത്യമായ നടപടിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. 2, അമ്പലപ്പുഴയിൽ CPM നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് G സുധാകരൻ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ അമ്പലപ്പുഴയിൽ താങ്കൾ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത്, പാർട്ടി തീരുമാനത്തിൽ ഞാൻ ഇതുവരെ വെള്ളം ചേർക്കാത്ത ആളാണ്. പാർട്ടി പറഞ്ഞ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. മത്സരിക്കണം എന്നാണ് പാർട്ടി നിർദ്ദേശിക്കുന്നതെങ്കിൽ താൻ അമ്പലപ്പുഴയിൽ തന്നെ മത്സരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, അമ്പലപ്പുഴയിലെ നിലവിലെ സിറ്റിംഗ് MLA കുറിച്ച് ഉയർന്നു വരുന്ന ചില ആരോപണങ്ങൾ ഉണ്ട്. ആ ആരോപണങ്ങളെ കൂടി മുനവെച്ചുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അമ്പലപ്പുഴ എന്ന് പറയുന്നത് മതനിരപേക്ഷരായ ഉള്ള വോട്ടർമാരുള്ള മണ്ഡലമാണ്. അവിടെ ജാതിയോ മതമോ ഒരു വിഷയമല്ല, മറിച്ച് പാർട്ടി ആളുകളുടെ ക്രെഡിബിലിറ്റിയാണ് പ്രധാനപ്പെട്ട വിഷയമെന്നാണ് G സുധാകരൻ വ്യക്തമാക്കുന്നത്. ആ ക്രെഡിബിലിറ്റിയും പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഇതും പരിഗണിച്ച് ആയിരിക്കും. സലാം 61,365 വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത്. എതിരാളിയായിരുന്ന M ലിജുവിനെയാണ് പരാജയപ്പെടുത്തിയത്. ഏതാണ്ട് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷവും നേടിയിരുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അമ്പലപ്പുഴ പോയിട്ടുള്ളത്? സുധാകരന്റെ പേരിലേക്ക് അമ്പലപ്പുഴ എത്തുന്നുവെങ്കിൽ ആ പശ്ചാത്തലം എന്താണ് ശരണ്യ? ഇതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ H സലാം ഈ സിറ്റിംഗ് MLA മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ചില ആലോചനകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായ ഒരു വേർഷൻ എവിടെ നിന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സിറ്റിംഗ് MLA-മാരുടെ പ്രവർത്തനങ്ങൾ എടുത്ത് വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ഷുവർ സീറ്റുകളായി നിൽക്കുന്നത് മാവേലിക്കര ഒരു സീറ്റ് കിട്ടും. ഒപ്പം തന്നെ ചെങ്ങന്നൂർ സജി ചെറിയാൻ്റെ മണ്ഡലവും അത് മത്സരത്തിലേക്ക് കടക്കുമ്പോൾ സജി ചെറിയാൻ വിജയിച്ചു വരും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഉണ്ട്. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ PP ചിത്തരഞ്ജനും അത്തരത്തിൽ ജയിച്ചു കയറാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന്. ബാക്കിയെല്ലാം ഒരു ഞാനുമേൽ കളി എന്നുള്ള നിലയിൽ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ അമ്പലപ്പുഴയാണ്. അതിൽ BJP വലിയ രീതിയിലുള്ള ഒരു ലീഡ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.